കോഴിക്കോട് മുട്ടത്തെരുവിൽ നിന്ന് മാനാഞ്ചിറ സ്ക്വയറിലേക്ക് ഒരു യാത്ര പോയാലോ? ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. SM സ്ട്രീറ്റിൽ നിന്നും റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് യാത്ര ആരംഭിച്ചത്. സൈഡിലൂടെയുള്ള ഫുട്പാത്തിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. സമയം ഇരുട്ടിയതിനാൽ ചുറ്റും വെളിച്ചമായിരുന്നു. മുൻ കവാടത്തിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയ ഉടനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് കൊല ബൾബുകളായിരുന്നു. ആ കൊല ബൾബുകളുടെ ഭംഗിയും ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ മെല്ലെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഉള്ളിലേക്കായി യാത്ര തിരിച്ചു. അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് തൂക്കിയിട്ട കുറേ മഞ്ഞ ബൾബുകളായിരുന്നു. ആ മഞ്ഞ ബൾബുകൾ കാണുന്നതിനിടയിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അവിടെ ഒരു സ്റ്റേജ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും വിജനമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതിലൂടെ നീണ്ട് വഴികളിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത്. 2 പൂമ്പാറ്റകൾ അവിടെ കൊമ്പ് കോർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിച്ചു. ആ പൂമ്പാറ്റകളുടെ ഭംഗി കണ്ണിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റുന്നതല്ലായിരുന്നു. പിന്നീട് മുന്നോട്ട് നോക്കിയപ്പോഴാണ് ഗന്ധർവൻ സിനിമയിലുള്ള പോലെ ഗന്ധർവൻ്റെ കിരീടം പോലെ ഒരു മരം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മരത്തിനെയും നോക്കി ചുറ്റും നോക്കിയപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് മഞ്ഞ ആ ബൾബുകളായിരുന്നു. ആ ബൾബുകൾക്കിടയിലൂടെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഗന്ധർവൻ്റെ കിരീടം പോലുള്ള മരച്ചില്ലകൾ ഞങ്ങളുടെ കണ്ണിൽ വിസ്മയം തീർത്തു. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിച്ചു. അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഒട്ടനവധി വ്യത്യസ്ത നിറത്തിലും ഭാവത്തിലുമുള്ള പല ശില്പങ്ങളായിരുന്നു. തലകുത്തി നിൽക്കുന്ന ശില്പം, ഒരു വള്ളിച്ചെടി, ഒരു ഗ്ലോബ്, അങ്ങനെ ആ വള്ളിച്ചെടിയുടെ ഭംഗി ഞങ്ങളുടെ കണ്ണിലേക്ക് ആകർഷിച്ചു. ആ വള്ളിച്ചെടിയെ നോക്കി അല്പസമയം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. താഴെ നിന്നും മേലോട്ട് പടർന്നു പിടിച്ചതായിരുന്നു ആ ഒരു വള്ളിച്ചെടി. പിന്നീട് വീണ്ടും ഞങ്ങൾ അതിലൂടെ തന്നെ ഒന്ന് കണ്ണോടിച്ചു. പല ശില്പങ്ങൾക്കിടയിൽ നിന്നും ഫോട്ടോ എടുക്കുന്നവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം പോലെ വളഞ്ഞു പുളഞ്ഞൊരു ചെടിയും ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. അതും ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമാക്കിയതായിരുന്നു. പിന്നീട് മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് കളറിലുള്ള ഗന്ധർവൻ്റെ കിരീടം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. പിന്നീടും ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിക്കുന്നതിനിടയിലാണ് ചുരുട്ടിക്കൂട്ടിയിട്ട പോലത്തെ പല ബൾബുകളും ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. ഇനിയും അലങ്കരിക്കാൻ മടിയായതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നത്. ഓരോ ബൾബുകളുടെയും ഭംഗി ഞങ്ങളിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആരും സഞ്ചരിക്കാത്ത പല വഴികളിലൂടെയും ഞങ്ങൾ ഈ ലൈറ്റുകൾ തേടി സഞ്ചരിച്ചു. പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടത്. മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന രീതിയിൽ ഒരു കൂറ്റൻ ബൾബുകളുടെ ഒരു കുല ഞങ്ങളവിടെ കാണുന്നുണ്ടായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും ക്യാമറ തിരിച്ചും ഞങ്ങൾ അതിൻ്റെ മാക്സിമം നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി. മുന്നോട്ടുള്ള വഴികൾ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ആ ലൈറ്റുകൾ ഒപ്പിയെടുക്കാനായി ശ്രമിച്ചു കൊണ്ടേയിരുന്നു. വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നും ഞങ്ങൾ ആ ലൈറ്റുകൾ പകർത്തിയെടുത്തു. ചുറ്റും മാനാഞ്ചിറയുടെ കുളം അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് മറ്റൊരു ഗന്ധർവൻ്റെ കിരീടം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മുകളിൽ നിന്നും താഴോട്ടേക്ക് വരുന്ന ലൈറ്റുകളെ ഒപ്പിയെടുത്തുകൊണ്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് കുതിച്ചപ്പോഴാണ് ഓണം ആഘോഷിച്ച കുറച്ച് പേരെ ഞങ്ങളുടെ മുന്നിൽ പെട്ടത്. അവരുടെ
പിന്നിൽ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുകളിൽ നിന്നും താഴോട്ടേക്കുള്ള ആ ബൾബുകളെ ഒപ്പിയെടുക്കാൻ വീണ്ടും പോയി. ഒപ്പിയെടുത്ത് അതിൻ്റെ ഭംഗി മുഴുവൻ ഞങ്ങൾ ഒപ്പിയെടുത്തപ്പോഴാണ് വീണ്ടും ചുരുട്ടിക്കൂട്ടിയ ലൈറ്റുകൾ ഞങ്ങളുടെ കണ്ണിൽ ഒന്നുകൂടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെയും ഞങ്ങൾ യാതൊരു മടിയും കൂടാതെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിച്ചു. ഇരുണ്ട വഴികളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും പല കണ്ണുകളും ഞങ്ങളെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം വകവെക്കാതെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ കുതിച്ചു. ഗന്ധർവൻ്റെ കിരീടവും കുളത്തിനെ ഭദ്രമായി ലൈറ്റുകൾ കൊണ്ട് കെട്ടിപ്പുണർന്നതും ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. ഒരു ചിലന്തി വലയിലെന്ന പോലെ ക്യാമറ സൂം ചെയ്ത് ഞങ്ങൾ കുളത്തിന് ചുറ്റും കെട്ടിയ ലൈറ്റുകൾ പകർത്തിയെടുത്തുകൊണ്ടേയിരുന്നു. പകർത്തിയിട്ടും മതിവരാതെ വീണ്ടും ഞങ്ങൾ ഓരോ ലൈറ്റുകളും ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. ഗന്ധർവൻ്റെ കിരീടവും മറ്റും അലങ്കോലമായ ലൈറ്റുകളും ഞങ്ങൾ വീക്ഷിച്ചു കൊണ്ടേയിരുന്നു. നടന്നപ്പോഴാണ് മറ്റൊരു വഴി ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ വഴികളിലൂടെ പിന്നെയും ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ സഞ്ചരിച്ചു. മുകളിൽ നിന്നും താഴോട്ട് വീഴുന്ന വെളിച്ചം, അത് എന്താണെന്ന് മനസ്സിലാവാതെ മുകളിലോട്ട് തന്നെ നോക്കിയിരിക്കുന്ന മറ്റൊരു പ്രതിമ. ആ പ്രതിമയെയും ഞങ്ങൾ ഒപ്പിയെടുത്തു. വീണ്ടും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. പല വഴികളും ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. ഓരോ വഴികളിലൂടെയും ഞങ്ങൾ കടന്നു കയറാൻ ശ്രമിച്ചു. ആ ഓരോ വഴിയിലും കാണുന്ന കാഴ്ചകൾ എല്ലാം വ്യത്യസ്തം തന്നെയായിരുന്നു. ഓരോ ബൾബുകളും ഓരോ രീതിയിൽ അവിടെ കെട്ടിപ്പുണർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന് നോക്കിയാലും ആ കുളത്തിൻ്റെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അത് ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെപ്പോലുള്ള മറ്റു ഫോട്ടോഗ്രാഫർമാരെയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിച്ചപ്പോഴാണ് വീണ്ടും ആ വള്ളിച്ചെടിയും ആ ഗ്ലോബും മറ്റു പ്രതിമകളും ഞങ്ങളുടെ കണ്ണിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനിടയിലും നീണ്ട കാലുകളുമായി നിൽക്കുന്ന 2 വെള്ളക്കൊക്കുകളും ഞങ്ങൾ കണ്ടു. എന്തിനോ വേണ്ടി ആ കൊക്കുകൾ അവിടെ നിലകൊള്ളുന്നുണ്ടായിരുന്നു. ചുറ്റും ലൈറ്റുകൾ അവർക്ക് ചുറ്റുമായി ഇങ്ങനെ കത്തി മിന്നി തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതോരോന്നും വീണ്ടും ഞങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. ചുറ്റും ആളുകളും ചുറ്റും വെളിച്ചവുമായി ആ മാനാഞ്ചർ സ്ക്വയർ അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ തിളക്കം വീണ്ടും ഒന്നും കൂടി ഒപ്പുവാനായി ഞങ്ങൾ വീണ്ടും ക്യാമറകൾ ആ ലൈറ്റുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വീണ്ടും ഞങ്ങൾ അതോരോന്നും ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. അത്രയും മനോഹരമായി ആ മാനാഞ്ചർ സ്ക്വയർ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ആകാശത്തേക്കോട് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെ കാണുന്നുണ്ടായിരുന്നു, ലൈറ്റുകൾ കാണുന്നുണ്ടായിരുന്നു. വീണ്ടും കൊല ആ മഞ്ഞ ബൾബുകൾ അതവിടെ കത്തിക്കൊണ്ടേയിരുന്നു. ചുറ്റും എത്ര മഞ്ഞ ബൾബുകളാണ് അവിടെ ഉള്ളത്. സമയം കത്തി തീർന്നതാലാവണം പല പൂമ്പാറ്റകളും അവിടെ കത്തി അമരുന്നുണ്ടായിരുന്നു. അവരുടെ വെളിച്ചം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടി വീണ്ടും മുൻഭാഗത്തേക്ക് യാത്ര ആരംഭിച്ചു. ആ കുലകല ബൾബുകൾ ഒരു വട്ടം കൂടി ഞങ്ങൾ കണ്ടാസ്വദിച്ചു. ആ കവാടത്തിന് പുറത്തേക്കായി ഞങ്ങൾ നടന്നു നീങ്ങി. പുറമേ ഒരു വഴിയോര കച്ചവടക്കാരും മറ്റു ഒരുപാട് കാണികളെയും ഞങ്ങൾ കണ്ടു. വീണ്ടും അതേ ഇടവഴിയിലൂടെ ഞങ്ങൾ ഒരിക്കൽ കൂടി മാനാഞ്ചർ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കി യാത്ര ആരംഭിച്ചു. വീണ്ടും ചുറ്റുമുള്ള ലൈറ്റുകൾ കാണുവാനായി ഞങ്ങൾ പുറത്തുകൂടെ വീണ്ടും യാത്ര ആരംഭിച്ചു. ഈ ഓണക്കാലം ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത ഓണക്കാലത്തെ വരവേൽക്കാം. അതുവരേക്കും നന്ദി.